അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എജു തൻസീൽ തിയോളജിക്കൽ സ്കൂളിന്റെ ഇഹ്സാൻ ഗ്രാൻഡ് ക്വിസ് 2K26 സീസൺ 2 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല മുഖങ്ങൾ പല വിഷയങ്ങളിലായി ഈ ചാനലിലൂടെ നിങ്ങൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, കോഫി ഹറാമായിരുന്നോ? അതിൻ്റെ ഉത്ഭവം എവിടെ, എങ്ങനെ? കോഫി അഥവാ നമ്മുടെ കാപ്പി അത് വെറും ഒരു പാനീയമല്ല, ഇന്ന് അത് ആഗോള സംസ്കാരമായി മാറിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള കോഫി ഷോപ്പുകളിൽ നിന്ന് നാം കുടിക്കുന്ന കോഫി, അതിൻ്റെ യഥാർത്ഥ ചരിത്രം അറേബ്യൻ ഉപദ്വീപിലെ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും വിശ്വസിക്കുന്നില്ല. എന്നാൽ പെട്രോൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഉൽപ്പന്നമാണ് കോഫി. കഹ്വ എന്ന അറബി വാക്കിൽ നിന്നാണ് കോഫി എന്ന വാക്കുണ്ടായത്. കാപ്പി ചെടിയുടെ ഉത്ഭവം എത്യോപ്യയിലാണ് എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും അതിനെ ഒരു പാനീയമായി രൂപപ്പെടുത്തിയത് യമനിലെ മുസ്ലിം പണ്ഡിതരും സൂഫിയാക്കളുമായിരുന്നു. നമുക്ക് രണ്ട് കഥകൾ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, വർഷം 850. ഖൽദി തൻ്റെ ആടുകളെ എത്യോപ്യൻ മലഞ്ചെരുവിലൂടെ മേച്ചു നടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി തൻ്റെ ആടുകൾ ഒരു കായ് കഴിക്കുകയും അതുമൂലം ഉന്മേഷഭരിതരാവുകയും ചെയ്തപ്പോൾ ഇത് ഖൽദിയുടെ കണ്ണുകളിൽ കാണപ്പെട്ടു. ഒന്ന് ഇതായിരുന്നു കഥ. മറ്റൊരു കഥ ഇങ്ങനെയാണ്. യമനിൽ ഒരു കാരണം കൊണ്ട് സൗഖ്യ ചികിത്സ നടത്തിയിരുന്ന ഉമർ അബ്ദു എന്നവരെ പുറത്താക്കപ്പെട്ടു, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അദ്ദേഹം ഒരു ഗുഹയിൽ വസിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിനായി അദ്ദേഹം ഗുഹയ്ക്ക് ചുറ്റും നടക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബെറി കാണപ്പെടുകയായി. ഈ ഒരു ബെറിയെ യൂറോപ്യൻസ് വിളിച്ചിരുന്നത് മുഹമ്മദൻ ബെറി എന്നായിരുന്നു. അത് ഭക്ഷിക്കുകയും തൻ്റെ വിശപ്പകറ്റുകയും ചെയ്തിരുന്നു. ഇത് ഭക്ഷിച്ച ഉടനെ 2-3 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, വിശപ്പ് ഉണ്ടായിരുന്നില്ല എന്നതുമായിരുന്നു മറ്റൊരു കഥ. 15-ാം നൂറ്റാണ്ടിൽ എത്യോപ്യയിൽ നിന്ന് ഈ കായ്കൾ യമനിലെത്തി. യമനിലെ മോഖ എന്ന തുറമുഖ നഗരിയായിരുന്നു ഇതിൻ്റെ ആഗോള കേന്ദ്രം. രാത്രികാലങ്ങളിൽ ദൈർഘ്യമേറിയ പ്രാർത്ഥനയിലും സദസ്സിലും ദിക്റുദ്വാ സദസ്സിലും ഉറക്കം വരാതിരിക്കാൻ സൂഫികൾ ഈ കായ്കൾ ഉപയോഗിച്ചിരുന്നു. അബു ഹസൻ അഷാദുലി എന്നവർ ഇതിൻ്റെ പ്രചാരകരിൽ പ്രധാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പറയപ്പെടുന്ന കോഫി. 16-ാം നൂറ്റാണ്ടിൽ യമനിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകർ വഴി വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും ഇതിന് വ്യാപ്തിയുണ്ടായി. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ ഇത് തരംഗമായി മാറി. മാത്രമല്ല ഇത് ജനങ്ങൾക്ക് ഒരു പൊതു ഇടമായി മാറി. രാഷ്ട്രീയം പറയാനും ചെസ് കളിക്കാനും സല്ലപിച്ചിരിക്കാനും അവർ ഇതിനെ ഉപയോഗിച്ചിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പൊതു കോഫി ഹൗസായ കാവസ് കൈനസ് എന്ന കോഫി ഷോപ്പ് ഇസ്താംബൂളിലായിരുന്നു നിലകൊണ്ടിരുന്നത്. പിന്നീട് അത് ഓരോ സുൽത്താൻമാർക്കും പ്രധാന പാനീയമായി മാറുകയുണ്ടായി. വെനീസ് വ്യാപാരികൾ വഴിയാണ് യൂറോപ്പിലേക്ക് കൂടുതലായിട്ടും കോഫി എത്തുന്നത്. തുടക്കത്തിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇതിനെ മുസ്ലിങ്ങളുടെ കറുത്ത പാനീയമെന്ന് വിളിച്ച് എതിർത്തിരുന്നു. എന്നാൽ പോപ്പ് ക്ലെമന്റ് 8-ാമൻ ഇത് രുചിച്ചു നോക്കിയിട്ട് ഇത് ക്രിസ്ത്യാനികൾക്കും കുടിക്കാം എന്ന് അനുവാദം നൽകി. 17-ാം നൂറ്റാണ്ടിൽ ലണ്ടൻ, പാരീസ് പോലത്തെ രാജ്യങ്ങളിൽ ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളായി മാറി. ലോകത്തെ വലിയ ഇൻഷുറൻസ് കമ്പനിയായ ലോയ്ഡ്സ് ഓഫ് ലണ്ടൻ പോലും തുടങ്ങിയത് ഇത്തരം കോഫി ഷോപ്പുകളിൽ നിന്നാണ്. വിശുദ്ധ നഗരത്തിലെത്തിയ കോഫി ഒരു പുതുമയായ സംസ്കാരമായിരുന്നു. മക്കയിലെത്തുന്നത് മംലൂക്കികൾ ഭരിച്ചിരുന്ന കാലത്തായിരുന്നു. അന്ന് ഹറമിന്റെ കാര്യസ്ഥനായിരുന്ന ഹൈറുബക് ഇതിനെ പൂർണ്ണമായി എതിർത്തിരുന്നു. കാരണം സയ്യിദ് കമാൽ പോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഡിക്ഷണറികൾ കഹ്വക്ക് ഹംറ് എന്ന അറേബ്യൻ അർത്ഥമായിരുന്നു ഉണ്ടായിരുന്നത്. ഹംറ് എന്ന് പറഞ്ഞാൽ കള്ള്, ഇൻടോക്സിക്കന്റ് എന്ന് പറയും, മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന ഒന്ന്. ഇതുമൂലം ജനങ്ങൾക്ക് ഇത് ഹറാമാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി 4 മദ്ഹബുകളുടെ പിൻബലം ആവശ്യമായിരുന്നു. അദ്ദേഹം 4 മദ്ഹബുകളുടെ ഇമാമുകളെയും മക്കയിലേക്ക് വിളിച്ചു വരുത്തി. അത് ഹറാമാക്കുകയും ഉണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയിൽ ആരെങ്കിലും കോഫി കുടിക്കുകയാണെങ്കിൽ അവന് ചാട്ടാവയർ അടി ഉണ്ടാകുമായിരുന്നു. പിന്നീട് ഇത്
ഒരു സൊസൈറ്റി കോമൺ സെൻസിലേക്ക് വന്ന് ഇത് ഇൻടോക്സിക്കൻ്റ് അല്ല എന്ന രൂപത്തിലേക്ക് എത്തി. അത് പിന്നീട് ഒരു ആഗോള സംസ്കാരമായി ഹലാലായി രൂപത്തിലായിരുന്നു. അപ്പോൾ പ്രാചീന കാലത്ത് മക്കയിൽ കോഫി ഹറാമായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർത്തും ഖൈറുബക്ക് പോലത്തെ പണ്ഡിതന്മാർ അത് ഹറാമാക്കിയിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം അതിനെ ഹറാമാക്കിയിരുന്നില്ല. ആളുകളുടെ സമീപനം കോഫിയോട് പലതരത്തിലായിരുന്നു. പ്രാചീന കാലത്ത് തുർക്കിയിൽ ഒരു പഠനത്തിനായി ഒരു പണ്ഡിതൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പഠനം എത്തിയത് ഒരു കുടുംബത്തിൻ്റെ അടുത്തായിരുന്നു. ആ കുടുംബത്തിൽ ഒരു ഉപ്പയും മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം മകനോട് ചോദിച്ചു, എത്രത്തോളം പ്രാധാന്യമുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കോഫിക്ക്? അതിൽ മകൻ മറുപടി പറയുകയാണ്, ഒരിക്കൽ ഞാൻ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ എന്നോട് വുളൂ ചെയ്തു വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് വാപ്പ എന്നോട് വുളൂ ചെയ്തു വരാൻ പറഞ്ഞത്? അപ്പോൾ വാപ്പയുടെ മറുപടി ഇതായിരുന്നു, നീ വുളൂ ചെയ്തു വരും. പിന്നീട് മൂന്നാമതൊരു ചോദ്യത്തിന് അവസരമുണ്ടായിരുന്നില്ല. കുട്ടി വുളൂ ചെയ്തു വന്നു കോഫി ഉണ്ടാക്കി. കോഫി ഉണ്ടാക്കിയ ശേഷം വാപ്പയോട് മകൻ ചോദിച്ചു, എന്തിനാണ് എന്നോട് വുളൂ ചെയ്തു വരാൻ പറഞ്ഞത്? അപ്പോൾ വാപ്പ മറുപടി പറയുകയാണ്, സങ്കടത്തോടെ ഒരിക്കലും കോഫി ഉണ്ടാക്കരുത് എന്നതായിരുന്നു അവരുടെ മറുപടി. യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫേമസ് ആയ 3 കോഫി ഷോപ്പുകളാണുള്ളത്. 1 മറാക്കിഷൻ കഫ, 2 കൈറോയിലെ റിച്ചി കഫ, 3 അൾജീരിയയിലെ കഫ. എത്യോപ്യൻ താഴ്വരയിൽ നിന്ന് തുടങ്ങി യമനിലെ മോഖ തുറമുഖം വഴി ഇന്ന് നമ്മുടെ നാടുകളിലെത്തിയ ഈ കോഫിക്ക് ഇത്രയേറെ സൂഫി സംസ്കാരവും അറേബ്യൻ ചരിത്രമുണ്ടെന്നുള്ളത് പുതിയൊരു തിരിച്ചറിവാവട്ടെ. പുതിയ അറിവുകൾ പഠിക്കാൻ വേണ്ടി നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരിടം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.